Hi friends, Exam Selective Street ചാനലിലേക്ക് സ്വാഗതം. മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് എക്സാം കേരള വാട്ടർ അതോറിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ്. ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്റെ മോക്ക് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കമന്റ്സിനൊക്കെ റിപ്ലൈ തരാനാണ് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, എക്സാം ഡേറ്റ് എപ്പോഴാണെന്നാണ്. കേരള PSC ഇതുവരെ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ കറക്റ്റ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. PSCയുടെ ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ അനുസരിച്ച് ഏപ്രിൽ ടു ജൂൺ മാസങ്ങളിൽ എക്സാം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂളിൽ പരീക്ഷ വരാൻ ചാൻസ് ഉള്ള മാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രകാരം ഏപ്രിൽ ടു ജൂൺ മാസങ്ങളാണ് മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏപ്രിലോ മെയ്യിലോ ജൂണിലോ എക്സാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത ചോദ്യം ഇതായിരുന്നു, മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? ഇതെല്ലാം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. PSC മൈക്രോബയോളജി എക്സാം എന്നൊക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ഓരോ പേജസും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഉണ്ടാവില്ല, നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. PSCയുടെ രീതി അനുസരിച്ച് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫഷണൽ ആൻസർ കീ ആണ് കൊടുക്കുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ നോക്കി നമുക്ക് ഒരിക്കലും മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുക്കാൻ കഴിയില്ല. കാരണം പ്രൊഫഷണൽ ആൻസർ കീയിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. പ്രൊഫഷണൽ ആൻസർ കീയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫഷണൽ ആൻസർ കീയും കിട്ടും. പിന്നെ അതിനുശേഷം ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസർ കീ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 1-2 ചോദ്യങ്ങൾ കിട്ടുള്ളൂ. 1-2 ചോദ്യങ്ങൾ വെച്ച് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഷോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് മോക്ക് ടെസ്റ്റിനുള്ള 10 ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടാണ് ക്ലാസ് എല്ലാം ലേറ്റ് ആവുന്നത്. വിവിധ മെഡിക്കൽ എക്സാംസിൽ നിന്നും മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലും മൈക്രോബയോളജി സിലബസ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ആ ചോദ്യപേപ്പർ എടുത്ത് നമുക്ക് 1-2 ചോദ്യങ്ങൾ കിട്ടുള്ളൂ. വിവിധ വർഷങ്ങളിലെ വിവിധ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് നിങ്ങൾക്കുള്ള മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ക്ലാസ്സിന് ലേറ്റ് ആവുന്നത്. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സിലബസ് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ഫ്രീ ആണോ എന്ന്. സിലബസ് വന്നു കഴിഞ്ഞാലും ക്ലാസ് ഫ്രീ ക്ലാസ് തന്നെയായിരിക്കും. ഇതൊരു പെയ്ഡ് ക്ലാസ് അല്ല. ഈ ചാനൽ ഇതുവരെ പെയ്ഡ് ക്ലാസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാ ക്ലാസ്സും ഫ്രീ തന്നെയാണ്. മൈക്രോബയോളജി ക്ലാസ് ആയാലും വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് ആയാലും സാനിറ്ററി കെമിസ്ട്രി ക്ലാസ് ആയാലും എല്ലാം ഫ്രീ ക്ലാസ് തന്നെയാണ്. PSC ക്ലാസ്സും ഫ്രീ തന്നെയാണ്. അതൊക്കെ എല്ലാം ഫ്രീ ക്ലാസ് തന്നെയായിരിക്കും. കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാണ് ക്ലാസ് മോക്ക് ടെസ്റ്റിന് മുന്നേ ഇത് പറഞ്ഞത്. അപ്പോൾ കമന്റ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താ മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, സ്റ്റഫൈലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ബൈ ഓപ്ഷൻസ് കൊയാഗുലേസ് ടെസ്റ്റ്, ഓക്സിഡേസ് ടെസ്റ്റ്, കാറ്റലേസ് ടെസ്റ്റ്, ഇൻടോൾ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും മൈക്രോബയോളജിക്കാരാണ്. സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ബാക്ടീരിയ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് ബാക്ടീരിയയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ കാറ്റലേസ് ടെസ്റ്റ്. സ്റ്റഫൈലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ബൈ കാറ്റലേസ് ടെസ്റ്റ്. കാറ്റലേസ് ടെസ്റ്റ് വഴിയാണ് സ്റ്റഫൈലോകോക്കസിനെയും സ്ട്രെപ്റ്റോകോക്കസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, വേർതിരിച്ചറിയുന്നത്. തന്നിരിക്കുന്ന ഒരു മീഡിയത്തിനകത്ത് സ്റ്റഫൈലോകോക്കസിനെയും സ്ട്രെപ്റ്റോകോക്കസിനെയും വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് കാറ്റലേസ് ടെസ്റ്റ്. ഇതിനെ എടുത്തു പറയാൻ കാരണം കാറ്റലേസ് ടെസ്റ്റും കൊയാഗുലേസ് ടെസ്റ്റും ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് അതിന്റെ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കാറ്റലേസ് ടെസ്റ്റും കൊയാഗുലേസ് ടെസ്റ്റും എന്താണ് രണ്ട് ടെസ്റ്റും നോക്കാം. കാറ്റലേസ് ടെസ്റ്റ്, ടു ഡിഫറൻഷിയേറ്റ് സ്റ്റഫൈലോകോക്കൈ ഇറ്റ്സ് കാറ്റലേസ് പോസിറ്റീവ് ഫ്രം സ്ട്രെപ്റ്റോകോക്കൈ കാറ്റലേസ് നെഗറ്റീവ്. ഓരോ ടെസ്റ്റ് വായിക്കും ശ്രദ്ധയോടെ ഇപ്പൊ തന്നെ നോട്ട് എഴുതി പഠിച്ചു പോവുക. അപ്പോൾ കാറ്റലേസ് ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ അത് സ്റ്റഫൈലോകോക്കയാണ്. ഇനി കാറ്റലേസ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ. സ്റ്റഫൈലോകോക്കൈനെ സ്ട്രെപ്റ്റോകോക്കൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. ടു ഡിഫറൻഷിയേറ്റ് സ്റ്റഫൈലോകോക്കൈ ഫ്രം സ്ട്രെപ്റ്റോകോക്കൈ കാറ്റലേസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ്. സ്റ്റഫൈലോകോക്കൈ ആണെങ്കിൽ കാറ്റലേസ് പോസിറ്റീവ് തരും, സ്ട്രെപ്റ്റോകോക്കൈ ആണെങ്കിൽ കാറ്റലേസ് നെഗറ്റീവ് തരും. കാറ്റലേസ് ടെസ്റ്റിനെ കുറിച്ചും കൊയാഗുലേസ് ടെസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് സിലബസ് വന്നതിന് ശേഷം എടുക്കുന്നതാണ്. നെക്സ്റ്റ് ഇനി കൊയാഗുലേസ് ടെസ്റ്റ്. എന്താണ് കൊയാഗുലേസ് ടെസ്റ്റ് നോക്കാം. ടു ഡിഫറൻഷിയേറ്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഫ്രം ദ അതർ സ്റ്റഫൈലോകോക്കൽ സ്പീഷ്യസ്. ഇവിടെയും സ്റ്റഫൈലോകോക്കസ് വന്നിട്ടുണ്ട്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന സ്പീഷ്യസിനെ മറ്റ് സ്റ്റഫൈലോകോക്കൽ സ്പീഷ്യസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതായത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയെ മറ്റ് സ്റ്റഫൈലോകോക്കൽ സ്പീഷ്യസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് കൊയാഗുലേസ് ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടിലും സ്റ്റഫൈലോകോക്കസ് ഉണ്ട്. കാറ്റലേസ് ടെസ്റ്റിലും ഉണ്ട്, കൊയാഗുലേസ് ടെസ്റ്റിലും ഉണ്ട്. കൺഫ്യൂസിംഗ് ആയിട്ട് വരും. സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, കൊയാഗുലേസ്, കാറ്റലേസ്. അപ്പോൾ ഏകദേശം എല്ലാ പ്രൊനൗൺസിയേഷനും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റനും ആൻസേഴ്സും എക്സ്ട്രാ പോയിന്റ്സും വായിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റിവിഷൻ ടെസ്റ്റ് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങൾ അത്രത്തോളം പഠിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് പഠിച്ചു പോവുക. റിവിഷൻ ടെസ്റ്റ് എന്താണെന്നൊന്നും പറയില്ല. ഒരു ദിവസം സർപ്രൈസിംഗ് ആയിട്ട് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഏകദേശം 5 കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 മോക്ക് ടെസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്തും. റിവിഷൻ ടെസ്റ്റ് എന്ന് നടത്തുന്നൊന്നും പറയൂല.
ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് റിവിഷൻ ടെസ്റ്റ് നടത്തും. അപ്പോൾ ഈ എക്സ്ട്രാ പോയിന്റ്സിനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ മാർക്ക് എല്ലാവരും ദയവായിട്ട് കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, H2S production can be detected by options TSI agar, TCBS agar, blood agar, IMVIC test. H2S production can be detected by answer TSI agar. H2S എന്താണ് ഫുൾ ഫോം നോക്കാം, ഹൈഡ്രജൻ സൾഫൈഡ്. H2Sന്റെ ഫുൾ ഫോം ഹൈഡ്രജൻ സൾഫൈഡ്. അതുപോലെ ഈ ഓപ്ഷൻസിൽ കുറച്ച് ഷോർട്ട് ഫോംസ് ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസിന്റെ ഒക്കെ ഫുൾ ഫോം നോക്കാം. TSI agar, TSI agar ഫുൾ ഫോം ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ. ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ ഒക്കെ മീഡിയം എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് TCBS അഗാർ, തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട്, സൂക്രോസ് അഗാർ. നെക്സ്റ്റ് IMVIC ടെസ്റ്റ്, ഇൻറ്റോൾ, മീഥൈൽ റെഡ്, വോജസ് പ്രോസ്കോ, സിട്രേറ്റ്. IMVIC ടെസ്റ്റിനെ കുറിച്ചൊരു ചോദ്യം ഇതിന് മുന്നേ നടത്തിയൊരു മോക്ക് ടെസ്റ്റിൽ വന്നിട്ടുണ്ട്. ചാനലിൽ മൈക്രോബയോളജിസ്റ്റിന് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബയോളജി സബ്ജക്ട് റിലേറ്റഡ് ഇതുവരെ നടത്തിയ മോക്ക് ടെസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, ലിക്വിഡ് പാരഫിൻ is sterilized by options hot air oven, autoclave, filtration, inspissation. Liquid paraffin is sterilized by hot air oven. ഇതിന് മുന്നേ നടന്ന മോക്ക് ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ലാത്തത്. ആ ചോദ്യം അതിന്റെ ഉത്തരവൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ടാസ്ക് തരെയാണ്. ഹോട്ട് എയർ ഓവൻ വിച്ച് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്? ഇത് ആ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ മോക്ക് ടെസ്റ്റ് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് എൻ്റെ ക്ലാസ് പോയി കാണുക. അടുത്ത ചോദ്യം, ക്ലെബ്സ് ലോഫ്ലർ ബാസിലസ്. ഓപ്ഷൻസ് M tuberculosis, M leprae, B anthracis, C diphtheria. ക്ലെബ്സ് ലോഫ്ലർ ബാസിലസ്, C diphtheria. C diphtheria എന്ന് പറയുന്നത് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ക്ലെബ്സ് ലോഫ്ലർ ബാസിലസ് രണ്ട് സയന്റിസ്റ്റിന്റെ പേരിലാണ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ അറിയപ്പെടുന്നത്. രണ്ട് സയന്റിസ്റ്റിന്റെ പേര് നോക്കാം. എഡ്വിൻ ക്ലെബ്സ്, ഫ്രെഡറിക് ലോഫ്ലർ. ക്ലെബ്സ് ലോഫ്ലർ ബാസിലസ് ഏതാണ്? കോർണിബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെങ്കിൽ C diphtheria എന്ന് പറയും. ഡിഫ്തീരിയയുടെ കോസേറ്റീവ് ഓർഗാനിസം ആണ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. നെക്സ്റ്റ് പോയിന്റ് ആണ് കോച്ച് ബാസിലസ്. എന്താണ് കോച്ച് ബാസിലസ് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് കോച്ച് ബാസിലസ് എന്നറിയപ്പെടുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയം പോസിറ്റീവ് ഓർഗാനിസം ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഓപ്ഷനിലെ എല്ലാ ഓപ്ഷനും ഷോർട്ട് ഫോമിലാണ് കൊടുത്തിരുന്നത്. മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് നമുക്ക് അതിന്റെ എക്സ്ട്രാ പോയിന്റ് നോക്കാം. M leprae. M leprae എന്ന് പറഞ്ഞാൽ മൈക്കോബാക്ടീരിയം ലെപ്രെ. മൈക്കോബാക്ടീരിയം ലെപ്രെ ഇതിന്റെ കോസറ്റീവ് ഓർഗാനിസം ആണ് ഹാൻസൻസ് ഡിസീസ്. ഹാൻസൻസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണ്. അപ്പൊ ലെപ്രസിയുടെ മറ്റൊരു പേരാണ് ഹാൻസൻസ് ഡിസീസ്. ഹാൻസൻസ് ഡിസീസിനേക്കാൾ എല്ലാവരും കൂടുതൽ കേട്ടുള്ളത് ലെപ്രസി എന്നുള്ള പേരാണ്. നെക്സ്റ്റ് B anthracis. B anthracis, ബാസിലസ് ആന്ത്രാസിസ് എന്തിന്റെ കോസറ്റീവ് ഓർഗാനിസം ആണ്? ആന്ത്രാക്സിന്റെ കോസറ്റീവ് ഓർഗാനിസം ആണ്. എക്സ്ട്രാ പോയിന്റ്സ് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഡെർമറ്റോഫൈറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓപ്ഷൻ മൗൾസ്, ഈസ്റ്റ്, ഡൈമോർഫിക് ഫംജൈ, ഈസ്റ്റ് ലൈക്ക് ഫംജൈ. ഡെർമറ്റോഫൈറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ആൻസർ മൗൾസ്. എക്സ്ട്രാ പോയിന്റ് നോക്കാം. Dermatophytes are belong to the mold group of fungi and cause cutaneous infections. ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംജൈ തന്നെയാണ്. ഫംജൈയിലുള്ള മൗൾഡ് ഗ്രൂപ്പ് ആണ്. അടുത്ത ചോദ്യം, ഇൻക്ലൂഷൻ ബോഡീസ് ഇൻ ബ്രെയിൻ സെൽസ് ഓഫ് ആനിമൽസ് ഇൻ കേസ് ഓഫ് റാബിസ്. ഓപ്ഷൻസ് നെഗ്രി ബോഡീസ്, ഗോർണറി ബോഡീസ്, ബോളിഞ്ചർ ബോഡീസ്, മൊളുസ്കം ബോഡീസ്. ആൻസർ നെഗ്രി ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് ഇൻ ബ്രെയിൻ സെൽസ് ഓഫ് ആനിമൽസ് ഇൻ കേസ് ഓഫ് റാബിസ് ഇസ് നെഗ്രി ബോഡീസ്. റാബിസ് എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്നത് റാബിസ് വൈറസ് ആണ്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ പെട്ടെന്ന് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ധാരാളം ആഡ് ചെയ്യും. നിങ്ങൾ ചോദിച്ചതുപോലെ ഇത് ഇനിയും ഫ്രീ ക്ലാസ് തന്നെയായിരിക്കും. മൈക്രോബയോളജിസ്റ്റും സാനിറ്ററി കെമിസ്റ്റും ലാബ് അസിസ്റ്റന്റും PSC എക്സാംസും ഒക്കെ ഫ്രീ ക്ലാസ് തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞങ്ങൾക്കുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. So your support is our strength. So subscribe to the channel for more videos. അടുത്ത ചോദ്യം, commonly used culture media in mycology is options chocolate agar, cornmeal agar, blood agar, MHA. Commonly used culture media in mycology is cornmeal agar. What is mycology? What is phycology? ശ്രദ്ധിക്കുക, മൈക്കോളജി എന്താണ്, ഫൈക്കോളജി എന്താണ് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ കമന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക മൈക്കോളജി എന്താണ്, ഫൈക്കോളജി എന്താണ്. രണ്ടും ഡിഫറെന്റ് ആണ്. വിവിധ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ് മൈക്കോളജിയും ഫൈക്കോളജിയും. അതുകൊണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ബിലോങ്സ് ടു ദ ഫാമിലി. ഓപ്ഷൻസ് ഫ്ലേവി വൈറസ്, കാൽസി വൈറസ്, അറീന വൈറസ്, പിക്കോർണ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ബിലോങ്സ് ടു ദ ഫാമിലി പിക്കോർണ വൈറസ്.
ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഏത് ഫാമിലിയാണ്? പിക്കോർണ വൈറസ് ഫാമിലിയാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശ്രദ്ധിക്കുക, HAV ആണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. HAV ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്. HAV വൈറസ് ഓർ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ്. ഇവിടെ RNA വൈറസ് ആണ് ഇമ്പോർട്ടൻസ്. ചോദിക്കാം ടൈപ്പ് ഓഫ് വൈറസ് ചോദിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്താണ്? RNA വൈറസ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ദാറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി പിക്കോർണാവിറിഡെ. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ചോദ്യം ചോദിച്ചിട്ട് 3 ഓപ്ഷൻ RNA വൈറസ് എന്നിട്ട് ഒരു ഓപ്ഷൻ DNA വൈറസ് ആയിരിക്കും. തന്നിരിക്കുന്നതിൽ DNA വൈറസ് കണ്ടുപിടിച്ച് എഴുതാൻ തരും. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, 3 DNA വൈറസ് തന്നിട്ട് ഒരെണ്ണം RNA വൈറസ് ആയിരിക്കും, അതിൽ നിന്ന് RNA വൈറസ് കണ്ടുപിടിക്കാൻ. എങ്ങനെ വേണോ ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ആൻ എക്സാമ്പിൾ ഓഫ് RNA വൈറസ് ഈസ് ഓപ്ഷൻസ് അഡിനോ വൈറസ്, പാർവോ വൈറസ്, പിക്കോർണ വൈറസ്, ഹെർപ്പിസ് വൈറസ്. ആൻ എക്സാമ്പിൾ ഓഫ് RNA വൈറസ് ഈസ് ആൻസർ പിക്കോർണ വൈറസ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ RNA വൈറസിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. ആൻസർ പിക്കോർണ വൈറസ്. ബാക്കി 3 വൈറസും ഏത് ടൈപ്പ് വൈറസ് ആണെന്ന് നോക്കാം. വൈറസ് DNA ഓർ RNA തന്നിട്ടുണ്ട്. അഡിനോ വൈറസ് ഇറ്റ് ഇസ് എ DNA വൈറസ്. പാർവോ വൈറസ് ഇറ്റ്സ് എ DNA വൈറസ്. പിക്കാർണ വൈറസ് RNA വൈറസ്. ഹെർപ്പിസ് വൈറസ് DNA വൈറസ്. തന്നിരിക്കുന്ന ബാക്കി 3 ഓപ്ഷൻസും DNA വൈറസ് ആയിരുന്നു. ഇതിനകത്ത് പിക്കാർണ വൈറസ് മാത്രമാണ് RNA വൈറസ്. അടുത്ത ചോദ്യം, പ്ലേഗ് ബാസിലസ് ഈസ് ഓപ്ഷൻസ് L ഇന്ററോഗൻസ്, Y പെസ്റ്റിസ്, ബോറില്ല വിൻസെന്റി, B ബുർഡോഫറി. പ്ലേഗ് ബാസിലസ് ഈസ് Y പെസ്റ്റിസ്. പ്ലേഗ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ എർസീനിയ പെസ്റ്റിസ്. അപ്പൊ ഈ ക്വസ്റ്റിൽ എന്താ വന്നിരിക്കുന്നത്? പ്ലേഗ് ബാസിലസ്. നേരത്തെ ചോദ്യത്തിൽ ക്ലെപ്സിലോഫിലസ് ബാസിലസിനെ കുറിച്ച് പഠിച്ചു, കോഴ്സ് ബാസിലസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവിടെ നമ്മൾ പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഈ ക്വസ്റ്റിൽ വന്നിരിക്കുന്നത് എന്താ? പ്ലേഗ് ബാസിലസ്. പ്ലേഗ് ബാസിലസ് എന്നറിയപ്പെടുന്നത് എർസീനിയ പെസ്റ്റിസ് ആണ്. ഇതൊരു ബാക്ടീരിയ ആണ്. പ്ലേഗ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ എർസീനിയ പെസ്റ്റിസ്. മൈക്രോബയോളജിക്കാരാകുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിന്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക. മെജോറിറ്റി ആരും കമന്റ് ചെയ്യാറില്ല, എങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇന്ററാക്റ്റീവ് രീതിയിൽ ക്ലാസ് പോകാനാണ് പറയുന്നത്. നിങ്ങളും കൂടെ പഠിക്കാൻ. എല്ലാ പോയിന്റ്സും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളും കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഇന്നത്തെ ചോദ്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒന്നും കൂടുതൽ. ഹൈലൈറ്റ് ചെയ്തും കളർ ചെയ്തും ഒക്കെ ഡിഫറെന്റ് കളറൊക്കെ ആഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിഫറെന്റ് കളറൊക്കെ ആഡ് ചെയ്ത് ടേബിളൊക്കെ ആക്കി തരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിലാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു എഫോർട്ടൊക്കെ എടുത്താണ് ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.